നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ KSRTC സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അത് തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രഖ്യാപിച്ച ഒരു വാഗ്ദാനമാണ്. സ്ത്രീകൾക്കെല്ലാം സൗജന്യമായി യാത്ര. അത് അവരുടെ ഒരു പ്രഖ്യാപനം മാത്രമല്ല, വോട്ട് കിട്ടുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചതാണെന്നാണ് മറ്റുള്ളവർ കളിയാക്കിയത്. പക്ഷെ അത് കയറി ജൂൺ 15 മുതൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് അതിലും ഒരു മാസം കൂടെ നീട്ടില്ല, ജൂൺ 15 തന്നെ കൊടുക്കും. അത് നടപ്പാക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അതെങ്ങനെ KSRTC അത് ദുരിതത്തിലാക്കുമോ അതോ ലാഭത്തിലാക്കുമോ? അതിനകത്ത് അടിസ്ഥാനപരമായ സംഗതി ഇത് KSRTCയുടെ സൗജന്യമല്ല. അതാണ് ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് സർക്കാരിന്റെ സൗജന്യം. അതുകൊണ്ട് KSRTC അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ല. KSRTCക്ക് അതിനകത്ത് എന്താ റോള്? ഒന്നുമില്ല. KSRTCക്ക് ഒരു പൈസയെങ്കിലും ആർക്കെങ്കിലും സൗജന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് സർക്കാർ കൊടുക്കും. ഫ്രീ പാസ് ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകർക്ക്, MP-ക്ക്, MLA-മാർക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രീ പാസ് ഉള്ളതുപോലെ ഇതൊരു ഫ്രീ പാസ്. അതിന് പൈസ പാസ്സൊന്നുമില്ല. കേരള സ്ത്രീകൾക്കെല്ലാം കൊടുക്കും. അത് ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുള്ള വ്യത്യാസം, കർണാടകയില് കന്നഡക്കാർക്ക് മാത്രമേ ഉള്ളൂ സൗജന്യം. അവിടെ പോയാൽ മലയാളിക്ക് കിട്ടത്തില്ല. കാരണം അവര് കന്നഡയിലെ അവിടുത്തെ ID കാർഡ്, അവിടുത്തെ ഈ വോട്ടർ ID കാർഡല്ല, നമ്മുടെ ആധാർ അവർ ചോദിക്കും. ഇവിടെ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കേരളത്തില്, തമിഴ്നാട്ടിലില്ല, തെലങ്കാനയിലാണ്. അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. തമിഴ്നാട്ടിൽ ഫ്രീ ഉണ്ട്. അത് ജയലളിത മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നു. ശരി. അപ്പൊ പിന്നെ അത് ദൃഷ്ടാന്തത്തിൽ എന്തിനും കേരളം മാത്രം വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും സൗജന്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അത് ഏതൊക്കെ കാറ്റഗറിയിലാണ്? ഓർഡിനറി, ഫാസ്റ്റ്, എക്സ്പ്രസ്, അങ്ങനെ പല ഇതുണ്ടല്ലോ. ഇന്റർസ്റ്റേറ്റ് ബസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓർഡിനറിയിൽ മാത്രമേ തൽക്കാലം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവർക്കും സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും പ്രയോജനപ്പെടണമെങ്കിൽ ഓർഡിനറി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സൗജന്യം വരാൻ പോകുന്നു. അത് ജൂൺ 15 തന്നെ പറഞ്ഞ തീയതി തന്നെ നടപ്പാകും. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. അത് എനിക്ക് തോന്നുന്നു ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയാണ് ആ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അത് ആ കുറിപ്പിന്റെ തലക്കെട്ട് തന്നെ സൗജന്യം ഞങ്ങൾക്ക് വേണ്ട, ആരുടെയും സൗജന്യം ഞങ്ങൾക്ക് വേണ്ട, VD സതീശനോട് ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളൊക്കെ ജോലി ചെയ്ത് മാന്യമായി ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ സൗജന്യമൊന്നും സർക്കാരിന് വേണ്ട. ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പൈസ കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളത് കൊടുത്ത് ഞങ്ങൾ സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ കാലാകാലങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് KSRTC ജീവനക്കാർക്ക്, അവിടുത്തെ പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും യഥാർത്ഥമായി എല്ലാ മാസവും ആദ്യം കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ്. അതെങ്കിലും നിങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് ഈ സൗജന്യം തരാതെ, ഈ സൗജന്യം ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കണ്ട, വേണ്ടാത്തവരുടെ ഈ പൈസയും കൂടെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അവർക്ക്, അവിടെ ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവരവർ, അവർക്ക് ഈ പെൻഷനും ശമ്പളവും കൃത്യമായി കൊടുക്കുക. ആയിക്കോട്ടെ. ശമ്പളം വാങ്ങുന്ന സാമ്പത്തികമായ ശേഷിയുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സംഗതിയല്ല. പക്ഷേ നിർഭാഗ്യത്തിനോ ഭാഗ്യത്തിനോ ഇത് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഇത് പ്രഖ്യാപിച്ചത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ്. അല്ലാതെ അവിടെ BPL ലെവൽ താഴെയുള്ളവരെന്നോ മുകളിൽ നിന്നുള്ള വ്യത്യാസം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൗജന്യം എല്ലാവർക്കും നൽകും. വേണ്ടെന്ന് പറഞ്ഞാലും നൽകും. വേണ്ടാത്തവരെടുക്കണ്ട, ടിക്കറ്റ് എഴുതാൻ പറഞ്ഞ് ടിക്കറ്റ് എഴുതും, അത്ര വ്യത്യാസം. സോ ഷീ ഈസ് വെൽക്കം. അങ്ങനെയുള്ള ടെക്നോ പാർക്കിൽ നിന്ന് ആ ബഹുമാനപ്പെട്ട ആ സ്ത്രീ നൽകിയതുപോലെ കേരളത്തിലെ സമ്പന്നരായ അല്ലെങ്കിൽ ഈ കാശ് കൊടുക്കാൻ ശേഷിയുള്ള എല്ലാ സ്ത്രീകളും അത് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇറ്റ് ഈസ് അപ് ടു ദം. സർക്കാർ അങ്ങനെ ഒരു വേരിയേഷൻ വെക്കുന്നില്ല. കാരണം ഒന്നാമത് ഇത് നിശ്ചിത വരുമാനത്തിന് താഴെ മുകളിൽ നിന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ച് അതിന് പ്രത്യേകം കാർഡ് കൊടുക്കുക, അത് ഇതിനേക്കാൾ ചെലവ് ഉണ്ടാവും. നടക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും കൊടുക്കും സൗകര്യം, വേണ്ടാത്തൊരു വാങ്ങണ്ട. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും, ഈ ചർച്ചകളൊക്കെ ഇവിടെ എല്ലാം നടക്കുമ്പോഴും എൻ്റെ ഒരു സംശയം, ഈ സ്ത്രീകളെ മാത്രം എന്തോ ഇങ്ങനെ പരിപോഷിക്കുന്നു? പുരുഷന്മാർ യാത്രക്കാരില്ലേ? പുരുഷന്മാർ വോട്ട് ചെയ്യുന്നവരല്ലയോ? ഈ സ്ത്രീകൾക്ക് മാത്രം ഇത്ര പ്രത്യേകത? പുരുഷന്മാർക്ക് സൗജന്യം കൊടുത്തൂടെ?
അതെന്തുകൊണ്ട് പറയുന്നില്ല? ഇതൊന്നും പുരുഷന്മാർക്ക് ഇതൊന്നുമില്ല, എല്ലാ സ്ത്രീകൾക്ക്. അതെന്താ അങ്ങനെ വന്നേ? നേരത്തെ പറഞ്ഞാൽ അത് അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ വോട്ട് എന്ന് പറയുന്ന സംഗതി ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്ന സ്ത്രീകളിൽ നിന്നാണ്. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു, അവരുടെ വോട്ട് വാങ്ങുന്നു. അപ്പൊ പുരുഷന്മാർക്ക് വോട്ടല്ലയോ? പുരുഷന്മാരുടെ വോട്ട് അത്ര വിശ്വസിക്കാൻ വയ്യ. അവരെ ഈ സൗജന്യം കൊടുക്കുന്നു പറഞ്ഞ് വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ സ്ത്രീകളിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് കർണാടകയിൽ പരീക്ഷിച്ചത്, അതാണ് തെലങ്കാനയിൽ പരീക്ഷിച്ചത്, അതാണ് തമിഴ്നാട്ടിൽ പരീക്ഷിച്ചത്. അതുകൊണ്ട് അതൊരു സൈക്കോളജി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ അത് ഒരു മറ്റേ തന്നെ രണ്ട് കച്ചവടം. അത് ഒരു വേർതിരിവ്. അത് പുരുഷന്മാർക്ക് ഇല്ല, സ്ത്രീകൾക്ക് മാത്രം. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്ത്രീകളുടെ വോട്ട് മാത്രം മേടിച്ചങ്ങ് ജയിച്ചു, അങ്ങനെ പുരുഷന്മാര് വേറെ വോട്ട് ചെയ്തോളാം. അങ്ങനെ സ്ത്രീകൾക്ക് എന്തിനാ സംവരണം? അതാണ് ചോദിക്കുന്നത്. എന്തിന്? അല്ല, സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്ന സ്ത്രീകള് ഇത്തരം കാര്യങ്ങളിൽ അബലകളാണ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലാണ്. പാർട്ടികളെല്ലാം പുരുഷന്മാരുടെ നിയന്ത്രണത്തിലാണ്. അവിടെ സ്ത്രീകൾക്ക് ഒരു ഭരണഘടനാ ഭേദഗതി ഇല്ല, സ്ത്രീകൾക്ക് 50% കൊടുത്താൽ പോരെ? ഭരണഘടനാ ഭേദഗതി എന്തിനാ? സംവരണം ഇല്ലെന്ന്. സംവരണം ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. സംവരണം ഇല്ലെങ്കിൽ ഇപ്പൊ കേരള നിയമസഭയിലേക്ക് സംവരണമുണ്ട്, നിയമസഭയിലേക്ക് സംവരണമില്ല, സ്ത്രീകൾ മത്സരിക്കുന്നില്ലേ? അല്ല, 50% ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ 30% സ്ത്രീകൾ. പഞ്ചായത്തുകളിൽ 30% സംവരണം സ്ത്രീകൾക്കുണ്ട്. എന്തുകൊണ്ട് അത് പാർലമെന്റിലോ അസംബ്ലിയിലും ഇല്ല? അല്ല, ഒരു പാർട്ടി നിശ്ചയിച്ചാൽ 50% അല്ല, മുഴുവൻ സ്ത്രീകളെ നിർത്താം, മത്സരിപ്പിക്കാം. 75% മത്സരിപ്പിക്കാം. പിന്നെ 60% മത്സരിപ്പിക്കാം, 40% മത്സരിപ്പിക്കാം, 50% മത്സരിപ്പിക്കാം. എത്ര മത്സരിപ്പിക്കാം? അതിനൊരു വേറുകൃത്യം അതിന് വേണോ? ഇപ്പൊ തന്നെ ബസ്സിൽ നമ്മൾ കയറിയാൽ സ്ത്രീകൾക്ക് സീറ്റ് റിസർവ് ചെയ്യുന്നു, സ്ത്രീകൾക്ക് മാത്രം. ഇവിടെ കുട്ടികൾക്കുണ്ട്. ഇത് പിന്നെ സ്ത്രീകൾ മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. പുരുഷന്മാരുടെ സീറ്റിലും കയറിയിരിക്കും സ്ത്രീകള്. അപ്പൊ പിന്നെ എഴുതി വെക്കുന്നുണ്ട് പുരുഷന്മാരുടെ സീറ്റുകൾ കയറി സ്ത്രീകൾ കയറിയതൊന്നും വളരെ കുറവാണ്. അധികം ഇരിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ സീറ്റ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് സംവരണമാണ്, ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ അത് തന്നെ ഒരു വേർതിരിവല്ലേ? അല്ല, വേർതിരിവ് അവർക്ക് സൗകര്യം കൊടുത്തിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് എന്തായാലും കുറെ പരിമിതികളുണ്ട്. അവർക്ക് യാത്ര ചെയ്യാനും നിന്ന് യാത്ര ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർക്ക് സംവരണം ചെയ്യിക്കുന്നത് അതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ മാറിയിട്ടില്ലല്ലോ. അപ്പം എല്ലാ സീറ്റിലും ആർക്കും ഇരിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഗോവയിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സീറ്റില്ല. ഇപ്പോഴല്ല, വർഷങ്ങളായിട്ടില്ല. ഞാൻ 40 വർഷം മുമ്പ് ഗോവയിൽ പോയപ്പോൾ, 50 വർഷം മുമ്പ് ഗോവയിൽ പോയപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റില്ല. ഇന്നും അതില്ല. ഇവിടെ സ്ത്രീകൾക്ക് ഇപ്പൊ തൽക്കാലം ഏത് സ്ത്രീക്ക് എവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. നിർഭാഗ്യവശാൽ നമ്മളുടെ പുരുഷന്മാരുടെ മാനസികാവസ്ഥ അതിനനുസരിച്ച് എല്ലാവരുടെയും വളർന്നിട്ടില്ല. കുറെ പേരെങ്കിലും ഇപ്പോഴും ചില മനോരോഗികളാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാ സീറ്റിലും പുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ വന്നിട്ടില്ല. ഈ സ്ത്രീ സംവരണം യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സംവരണമൊക്കെ എടുത്ത് മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരെ തുല്യരായി, ഇവിടെ എല്ലാവരും പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്നെ പ്രസംഗിക്കും, എല്ലാവരും തുല്യരാണ്, ഒരു വിവേചനം പാടില്ല, വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ പ്രവൃത്തിയിൽ അത് വരുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ തുല്യമായി പരിഗണിക്കണം. ഒരാണിനെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ പെണ്ണിനെയും പരിഗണിക്കണം. സമത്വം, സ്ത്രീ സമത്വം, അതല്ലേ ഇവിടെ പിന്നെ കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്നത്. നമ്മൾ എന്തിനാണ് ഈ പിന്നെ പിന്നോക്ക സമുദായക്കാർക്ക്, പട്ടികജാതിക്കാർക്ക് സംവരണം? അവര് താഴെത്തട്ടിലുള്ളവരെ മുകൾത്തട്ടിലേക്ക് കൊണ്ടുവരാനല്ലേ? സ്ത്രീകളും ഒരു തരത്തിൽ താഴെത്തട്ടിൽ തന്നെയാണ്. കാരണം അവര് പുരുഷന്മാർക്കൊപ്പം എത്തണമെങ്കിൽ അവർക്ക് കുറച്ചൊരു സപ്പോർട്ട്, ബാക്കിങ് വേണം. ഇത് വിമാന വിമാനങ്ങളിലൊന്നും ഇതുപോലെ സംവരണമൊന്നുമില്ല, സ്ത്രീകൾക്ക് പ്രത്യേകം എഴുതി വെച്ചിട്ടൊന്നുമില്ല. വിമാനം ട്രെയിനിലില്ല. വിമാനം സർക്കാർ സർവീസ് അല്ലല്ലോ, KSRTC അല്ലല്ലോ. അല്ല, KSRTC ഇപ്പൊ കേരള ഗവൺമെന്റിന് KSRTCയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് വിമാന സർവീസ് ഉണ്ടെങ്കിൽ അവിടെ ആലോചിക്കാവുന്ന. അങ്ങനെ ട്രെയിനിലെന്താ? ട്രെയിൻ പിന്നെ സർക്കാരിന്റെ അല്ലേ? അത് കേന്ദ്ര സർക്കാർ, അവർ കൊടുക്കുന്നില്ല, ഒന്നും സൗജന്യം കൊടുക്കുന്നില്ല. ഇതൊക്കെ സംസ്ഥാന സർക്കാരുകളാണ് സൗജന്യങ്ങൾ കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യങ്ങൾ വേറെ തരത്തില്ല. അവർ കൊടുക്കുന്നുണ്ടല്ലോ, ഇത്ര രൂപ വെച്ച് സൗജന്യമായിട്ട് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പറഞ്ഞാല് പിന്നെ BJP ആദ്യം അധികാരത്തിൽ കയറിയത്. ഞങ്ങൾ വന്നു കഴിഞ്ഞാല് ഈ പിന്നെ കോൺഗ്രസ്സുകാര് പിന്നെ തട്ടിക്കൊണ്ടുപോയ രൂപയെല്ലാം പിടിച്ചു വാങ്ങി എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് കള്ളപ്പണം എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് എത്ര ലക്ഷം? 15 ലക്ഷം രൂപ വെച്ചിട്ട് എത്ര കിട്ടിയായിരുന്നു? സാറിന് കിട്ടിയില്ലേ? ചുരുക്കി പറഞ്ഞാല് സംവരണം വേണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല. സ്ത്രീകൾക്ക് സംവരണം വേണം. സംവരണം കൊടുത്തു തന്നെ സ്ത്രീകളെ നമുക്ക് പുരുഷന്മാർക്കൊപ്പം നമ്മൾ അവകാശപ്പെടുന്നല്ല, നമ്മൾ വേണമെന്ന് പറയുന്ന
പുരുഷന്മാർക്ക് ഒപ്പമുള്ള ആ ഒരു തുല്യത അവർ കൈവരിക്കണമെങ്കിൽ തൽക്കാലം അവർക്ക് സംവരണം വേണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ KSRTC ബസ്സിൽ സൗജന്യം വേണോ വേണ്ട എന്നുള്ളവർക്ക് തീരുമാനിക്കാവുന്നത്, അത് സംവരണമായിട്ട് ബന്ധമൊന്നുമില്ലാത്തതുകൊണ്ട് അവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം നടത്തി സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര അനുവദിക്കുന്നു. അത് സാമ്പത്തിക ഭേദമില്ലാതെ, സാമുദായിക ഭേദമില്ലാതെ, പ്രാദേശിക ഭേദമില്ലാതെ എല്ലാവർക്കും കൊടുക്കും. കാരണം ഇത് ഈ സർക്കാർ തുടങ്ങി വെച്ചാൽ വരുന്ന സർക്കാരും ഇത് തന്നെ നടത്തിക്കൊണ്ട് പോകണം. കാരണം ഒന്നുമില്ല, നിർബന്ധമില്ല, പക്ഷെ അല്ലെ സ്വാഭാവികമായിട്ടും അങ്ങനെ പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് മൂരാഴ്ച സർക്കാരാവും. ഞങ്ങൾ ഈ സംവരണം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വോട്ട് നേടാം. ഞങ്ങൾ ഈ സംവരണം നിർത്തുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾ ഈ സംവരണം ഇത് അനാവശ്യമായ സംവരണമാണ്, ഞങ്ങൾ ഇത് തുടരത്തില്ല, ഞങ്ങൾ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർ വോട്ട് തരട്ടെ. അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിയുന്നെങ്കിൽ അവര് ജയിക്കട്ടെ. ഇനി മറ്റൊരു സംശയം, ഇതൊരു പ്രഖ്യാപിച്ചും പോയി, ഇതൊരു കൊല്ലാപ്പായി, ഒരു പുലിവാല് പിടിച്ചതുപോലെ ആയിപ്പോയി, നായര് പിടിച്ച പുലിവാല് എന്നൊക്കെ പറയുന്നത് പോലെ ഈ പ്രഖ്യാപനം ഒരു പുലിവാലായി പോയി എന്ന് ആ രീതിയിലേക്ക് ഇതിപ്പം എന്തായാലും നടപ്പാക്കിയേ പറ്റൂ. നടപ്പാക്കിയില്ലെങ്കിൽ ഈ സ്ത്രീകളെല്ലാം കൂടെ 15-ാം തീയതി മുതൽ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നടപ്പാക്കും. അപ്പൊ എത്ര ദിവസം അത് നടപ്പാക്കുമ്പോൾ അവസാനം ഇത് ഉപേക്ഷിക്കേണ്ടി വരുമോ? ഈ പ്രസ്ഥാനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ജനങ്ങൾ തമ്മിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അവരുടെ സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടത് സർക്കാരാണ്. അത് പ്രത്യേകിച്ച് KSRTC ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. ആ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ പുലിവാലല്ലേ പിടിക്കുകയല്ലേ? പുലിവാല് പിടിച്ചാൽ സംഭവിക്കാവുന്ന എന്താ? പുലി തിരിച്ചു നിന്ന് കടിക്കും. ആ കടി നേരിടാനും കൂടെ തയ്യാറെടുക്കട്ടെ. പുലിവാലെ പിടിച്ചുപോയി, ഇനി പുലിവാലെ പിടിവിടാൻ പറ്റത്തില്ല. സാധാരണ ഇതിൽ പുലിവാലെ പിടിച്ചാല് പുലിയുടെ വാലാന്നറിയുമ്പോൾ വിടുക എന്നുള്ളതാണ് ബുദ്ധി. ഇവിടെ വിടാൻ പറ്റാത്ത അവസ്ഥയായി, പിടിച്ചുപോയി, ഇനി വിടാൻ പറ്റത്തില്ല. അപ്പൊ പുലി എന്ത് ചെയ്യും? ആക്രമിക്കും. അപ്പൊ ആക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ CP ജോണും VD സതീശനും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം പുലിയെ എങ്ങനെ നേരിടുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ ജൂൺ 15 കൂടി നമുക്കറിയാം